ജെൻ റോബോട്ടിക്സ് എന്നുള്ള ഒരു കമ്പനി ഉണ്ടായത് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായതിൻ്റെ പേരിലാണ്. സാധാരണ മീഡിയ ഈസ് ഫോക്കസിങ് ഓൺ നെഗറ്റീവ് ന്യൂസ്. നിങ്ങൾ ഇതിനകത്ത് അനുഭവത്തിൽ നിന്നാണ് യുവർ ഓൺ എക്സ്പീരിയൻസ്. കേരളത്തിൽ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഒരു വേൾഡിലി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? 1.5 കോടിയോളം ഇന്ത്യക്കാർ ഡൈമർ ടെസ്റ്റ് ചെയ്തത് കേരളത്തിലെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് കിട്ടിയ കൺസ്യൂമർ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ടേൺ ഓവറിൻ്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളം. സൗത്ത് കൊറിയയിലും ഒക്കെ ഉണ്ടായ സാംസങ് മാരത്തെ കമ്പനി, തായ്പയിലുള്ള അസ്യൂസ് മാരത്തെ കമ്പനികളൊക്കെ ചെറിയൊരു ഏരിയയിലുണ്ടായ വലിയ ആങ്കറിങ് കമ്പനികൾ. ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പനി ഓഫ് ദ കൺട്രി 1973, ഓൾമോസ്റ്റ് സെയിം ദക്ഷിണ കൊറിയ. അപ്പോഴാണ് ഇലക്ട്രോണിക്സിലേക്ക് 70s വരുന്നത്. അതായത് കേരളത്തിൽ ഇൻവെൻറ്റ് ചെയ്ത് കേരളത്തിലെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്ത് അത് സ്കെയിലായി ഈവൻ അത് ഇന്റർനാഷണൽ വരെ പോകാൻ തുടങ്ങി. കുട്ടികൾ പോകുന്നത് UK, ഓസ്ട്രേലിയ, കാനഡ, ഏത് യൂണിവേഴ്സിറ്റി ഒന്നും പോലെ കുട്ടികൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത് ലാസ്റ്റ് സെം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂൾ സിലബസിൽ AI ഉൾപ്പെടുത്തി. ഇന്നലെ എൻ്റെ അടുത്തൊരു 10ാം ക്ലാസ്സുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വന്നത് ഒരു AI ടൂൾ ഡെവലപ്പ് ചെയ്തിട്ട് വളരെ അവൻ്റെ മുഖത്തെ കോൺഫിഡൻസ് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. നോർമലി എല്ലാ ഫണ്ടിനും ഒരു ലൈഫ് ഉണ്ട്. ആ ലൈഫ് കഴിയുമ്പോൾ എക്സിറ്റ് ആവും. കേരളത്തിൽ പേഷ്യൻ ക്യാപിറ്റൽ കൂടുതൽ വരണം, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. 1 lakh MSMEs ഇൻ എ ഇയർ, ഏകദേശം 17,600 കോടി രൂപ ഇവിടെ ഉള്ളത് തന്നെ ക്യാപിറ്റലായിട്ട് മാറി. ഇത് രണ്ടും കൂടുമ്പോൾ തന്നെ നമുക്കൊരു 31,000-32,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഈ 3 വർഷത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളോടും MSMEകളോടൊക്കെ സാർക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഈ റൂട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ലോകത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറും. Welcome to Voice of Gen Robotics. Myself, Vimal Govind MK, CEO and co-founder of Gen Robotics. Voice of Gen Robotics is a particular platform that we have created to talk about startup, technology, and its impact in society and build that awareness to common people. That was the original objective. Today, we have an eminent guest, Honorable Minister of Industries, Coir and Law, P. Rajiv sir. It was an extreme moment for us. We are very happy to have you here today, sir. Welcome to the show, sir. Actually, today we are going to talk about startup and government. The impact of startup and government in the Kerala's economical and as well as social development. So that is what we are going to talk about today. Sir, Kerala startup ecosystem കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ I'm very proud. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്നുള്ള ഒരു കമ്പനി ഉണ്ടായത് തന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായതിൻ്റെ പേരിലാണ്. കാരണം ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്നവരെ പോലും സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നോ ഒരു എൻ്റർപ്രണർ ആവണം എന്നുള്ള തോട്ട് പ്രോസസ്സ് ഇല്ല. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ IDC എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ കോളേജിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു വേർഡ് ഞാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. ഇപ്പോൾ ഫണ്ട്, ഐഡിയ, ബിസിനസ്സിനുള്ള മെൻറ്റർഷിപ്പ്, റിക്വയർമെൻറ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ജേണിയിൽ. അന്ന് ആ ജേണിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതൊന്നും ഞാൻ അവെയർ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ എക്കോസിസ്റ്റത്തിൻ്റെ ഓരോ സ്റ്റെപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് അത് ഉണ്ടായി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. ഇതിൻ്റെ ഒരു റിയൽ കേസാണ്, ഒരു ലൈഫ് സ്റ്റോറിയാണ് എൻ്റേതെങ്കിലും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്റ്റാർട്ടപ്പ് സിസ്റ്റമാണ്, എക്കോസിസ്റ്റമാണ്. പല നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസ് അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇൻ്റർനാഷണലി ആൾസോ കേരള സ്റ്റാർട്ടപ്പ് മിഷന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രം എ വ്യൂവർ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ ആ ഒരു സൊസൈറ്റിയൽ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്? താങ്ക് യു. ഇതൊരു നല്ല ഇനീഷ്യേറ്റീവാണ്. സാധാരണ മീഡിയ ഈസ് ഫോക്കസിങ് ഓൺ നെഗറ്റീവ് ന്യൂസ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ചേഞ്ചിങ് നൗ. ഈ പബ്ലിക് കോൺഷ്യസ് എപ്പോഴും ഇസ് മാനുഫാക്ചറിങ് സ്വാഭാവികമായിട്ട് രൂപം വരുന്നതല്ല. മീഡിയ, മറ്റു തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ പബ്ലിക് കോൺഷ്യസ് എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു പരിമിതി മാധ്യമങ്ങളുടെ ഒരു നെഗറ്റിവിറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് പോസിറ്റീവ് സ്റ്റോറികൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിനൊരു കാരണം ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് ആയിരിക്കും. സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഹാൻഡിലുകളിൽ
അതിലെല്ലാം പലരുടെ അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഒരു പതുക്കെ അറ്റ്മോസ്ഫിയർ മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്, അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ, അതെല്ലാം വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഇതിനകത്ത് ഉള്ള അനുഭവത്തിൽ നിന്നാണ് യുവർ ഓൺ എക്സ്പീരിയൻസ്. ആ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റുഡൻറ്റിൽ നിന്നൊരു തിങ്കിങ് ആയിരുന്ന ഐഡിയ, സ്റ്റാർട്ടപ്പ്, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നതിലേക്കുള്ള ഒരു വികാസ ഘട്ടങ്ങൾ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസാണ്. നമുക്കിപ്പോൾ വലിയ തോതിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, പൊല്യൂഷൻഡ് ഇൻഡസ്ട്രീസ് ഒന്നും ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഒന്നാമത് ലാൻഡ് ഈസ് വെരി എൻവയോൺമെന്റലി ഫ്രജൈൽ. കുറച്ച് സ്ഥലമുള്ളൂ, 1.2% ഓഫ് ദ ടോട്ടൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ കൺട്രി, 2.8% ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് നമ്മളെവിടെ ഫോക്കസ് ചെയ്യണം? Then we are trying to convert or transform the society into a knowledge society and economy into a knowledge-based economy. Knowledge-based economy means knowledge becomes capital. അതാണ് പ്രധാന ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ലോകത്ത് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കുറേ കൂടി അറിയാമായിരിക്കും. ഡീമാർക്ക് ചെയ്യാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം, ദെൻ സെക്കൻഡ് റവല്യൂഷൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, തേർഡ് റവല്യൂഷൻ ഓട്ടോമേഷൻ വരുന്നു. ഇപ്പോൾ ഫോർത്ത് ആണോ ഫിഫ്ത്ത് ആണോ, ഫിഫ്ത്ത് കഴിഞ്ഞു പറയാൻ പറ്റില്ല. വെരി ഡിഫിക്കൽട്ട് ടു ഡിമാർക്ക്. അത്ര വേഗത്തിൽ മാറുന്നു. അപ്പോൾ നിങ്ങൾ ആ എഞ്ചിനീയറിംഗ് പഠിച്ച ഘട്ടത്തിൽ തന്നെ മാറ്റം തുടങ്ങി. ഇപ്പോൾ കുട്ടികൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത് ലാസ്റ്റ് സെം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് അത്ര ഫാസ്റ്റായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു നോളേജിൽ ഇടപെടാൻ ആ ഇൻഡസ്ട്രിയിൽ കേരളത്തിന് പൊട്ടൻഷ്യലുണ്ട്. അതിൽ പുതിയ പുതിയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കണം. അതിന് പറ്റുന്ന ത്രൈവിംഗ് ഇക്കോസിസ്റ്റം, വി ഷുഡ് ഹാവ് ദാറ്റ് ടൈപ്പ് ഓഫ് ത്രൈവിംഗ് ഇക്കോസിസ്റ്റം. അതാണ് ഗവൺമെൻറ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. നേരത്തെ ഒരു സൊസൈറ്റി രൂപത്തിലായിരുന്നു, പിന്നെ അത് ഒരു പുതിയ ഒന്നിലേക്ക് മാറി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഇതേപോലെ നോവൽ ഇനീഷ്യേറ്റീവ്സ് 1973 വി ഹാഡ് എസ്റ്റാബ്ലിഷ് കെൽട്രോൺ, the first electronic company of the country. 1973, almost same ദക്ഷിണ കൊറിയ അപ്പോഴാണ് ഇലക്ട്രോണിക്സിലേക്ക് 70s വരുന്നത്. നമ്മളും ഓൾമോസ്റ്റ് സെയിം ആ സമയത്ത് തന്നെ വന്നു. 1990 വി ഹാഡ് എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് ടെക്നോ പാർക്ക് ഓഫ് ദ കൺട്രി. അപ്പം നമ്മൾ പയനിയറിംഗ് ആണ് അതിനകത്തെല്ലാം. അതേപോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പിലും നമ്മൾ തന്നെയാണ് ആദ്യമായി വന്നത്. അത് ഈ തിങ്കിങ് എന്നാണ് നമ്മുടെ ഈ ചെറുപ്പത്തിൻ്റെ ചിന്തകളെ എങ്ങനെ ഒരു നോളേജ് ഇൻഡസ്ട്രിയിലേക്ക് വികസിപ്പിക്കാം. അത് IT തന്നെ ആകണമെന്നില്ല, മറ്റു മാനുഫാക്ചറിങ് അഗ്രോ ബേസ്ഡ് ആകാം. അപ്പോൾ അതിൽ നിന്നാണ് ഈ എക്കോസിസ്റ്റം വന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ സൗത്ത് ഏഷ്യയിലെ വി ഹാവ് ദ വൺ ഓഫ് ദി ബെസ്റ്റ് ത്രൈവ് എക്കോസിസ്റ്റം ഓഫ് സ്റ്റാർട്ടപ്സ്. അതെ സർ, മറ്റൊരു പോയിന്റ് ഓഫ് തിങ്കിങ്, ഇപ്പോൾ നോർമലായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പനീസാണ് സ്റ്റാർട്ടപ്പായിട്ട് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ കേസിലും ഈവൻ ജെൻ റോബോട്ടിക്സിൻ്റെ കേസിലാണെങ്കിലും വി ആർ സ്റ്റാർട്ടഡ് ആസ് എ ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പ് ഇൻ എ നോളജ് ബേസ്ഡ് എക്കണോമി. ഇപ്പോൾ ഈ റോബോട്ടിക്സ് AI എന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതാണെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് മാനുവൽ സ്കാവെഞ്ചിങ്, ആളുകൾ ഇറങ്ങി ക്ലീൻ ആക്കുന്നതിന് പകരം മെഷീനെ വെച്ചത് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ മാൻഹോൾ ക്ലീനിങ്ങിന് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് വേണം. കാരണം അതിനുള്ളിലുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായി ഡിഫറെൻറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ് വരിക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലോക്കേജ് ഉണ്ടാവാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീസൺസ് ആയിരിക്കും അതിന്, ഡിഫറെൻറ്റ് ടൈപ്പിൽ ഷേപ്പിലൊക്കെയുള്ള മാൻഹോൾസ് ഉണ്ടാവും. ഈ മാൻഹോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ റോബോട്ടിക്സ് AIക്ക് മാത്രമാണ് അതിലൊരു 100% സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോളജ് ബേസ്ഡ് എക്കണോമിയുടെ ഒരു എന്താ പറയുക ബൂണാണ് ആ പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരു എലമെൻറ്റിലേക്ക് എത്തുന്നത്. അത് ഞങ്ങൾ കേരളത്തിൽ ചെയ്യുന്ന സമയത്തും വി ഡസൻ നോ എത്ര ദൂരം അത് സഞ്ചരിക്കും ആ ഒരു ഇന്നോവേഷൻ, ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. കേരളത്തിൽ അത് ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ആയി 2018 and then it starts spreading to Tamil Nadu, Andhra Pradesh. Now 18 സ്റ്റേറ്റും 3 യൂണിയൻ ടെറിട്ടറീസിലും ആ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻ്റ് ആയി. അതായത് കേരളത്തിൽ ഇൻവെൻറ്റ് ചെയ്ത് കേരളത്തിലൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്ത് അത് സ്കെയിലായി. ഈവൻ അത് ഇൻ്റർനാഷണൽ വരെ പോകാൻ തുടങ്ങി. ഇപ്പോൾ സിറ്റുവേഷൻ വി ആർ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിങ് ടു മലേഷ്യ, സിംഗപ്പൂരിലേക്ക്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും. വി ഹാവ് ക്രിയേറ്റഡ് എ കമ്പനി ഇൻ UK ആൾസോ. ശേഷം ഞങ്ങൾ ഹെൽത്ത് കെയറിലൊരു റോബോട്ടിക്സ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അഗെയിൻ സോഷ്യൽ ആയിട്ടുള്ള ഒരു ആംഗിളും. ആ ആംഗിളിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത പ്രോബ്ലം ഡിസബിലിറ്റി. അതിനും കേരളത്തിൽ തന്നെ ഒരു ഇൻവെൻഷൻ ഉണ്ടാക്കി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട്. അതിന് ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ച് എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി കേരളത്തിൽ തന്നെ ഇൻവെൻറ്റ്. കേരളത്തിൽ റിസോഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിലും അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇവിടെ തന്നെ അതിനുള്ള റിസോഴ്സും കാര്യങ്ങളും ഉണ്ട്.
അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതും ഇപ്പോൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. 6-7 ഹോസ്പിറ്റൽ ഇൻക്ലൂഡിങ് ജനറൽ ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഹോസ്പിറ്റലാണ് ഒരു ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ മേ ബി ഒരു ഫസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കും ഈ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിൽ ഗേറ്റ് ട്രെയിനിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൂടാതെ വളരെ ഫാസ്റ്റായിട്ട് അത് ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സാറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ജെൻ റോബോട്ടിക്സിൻ്റെ ഒരു യൂസ് കേസ് മാത്രമാണോ, അതോ കേരളത്തിൽ എല്ലാ സ്റ്റാർട്ടപ്പുകൾക്കും ഒരു വേൾഡ്ലി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? സാറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്താണ്? അതിലിപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ വായിച്ചെടുക്കുമ്പോൾ, ഒന്ന് ഈ പറഞ്ഞ ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു ഇഷ്യൂവിനാണ്, ഒരു പ്രോബ്ലം, അതിനാണ് നിങ്ങൾ ഒരു ഉത്തരങ്ങൾ തേടുന്നത് യൂസിങ് ടെക്നോളജി. അപ്പോൾ അത് രണ്ടും സക്സസ് ആയിരുന്നു. രണ്ടാമത്തേത് ഞാനൊരു സൂക്ഷ്മ വായനയിൽ പറയുന്നത്, നിങ്ങൾ റോബോട്ടിനെ ആദ്യം ഉണ്ടാക്കി രണ്ടാമത് വരുമ്പോൾ അതേപോലെ തന്നെ ഒരു തനിയാവർത്തനമല്ല, റിപ്പീറ്റേഷനല്ല, യു ഹാവ് ഇൻകോർപ്പറേറ്റ് AI ഓൾസോ. അപ്പോൾ ടെക്നോളജിയിൽ വരുന്ന വികാസത്തെ ഇതുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വരുന്നു. അത് ഒരു നല്ല ലക്ഷണമാണ്. കാരണം നമ്മൾ ഒന്നിൽ നിന്നിട്ട് അതിൻ്റെ തന്നെ പല മേഖലകളിൽ ആപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് അത് ചെയ്യുമ്പോൾ തന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റം മനസ്സിലാക്കി അതെങ്ങനെ ഒന്നുകൂടി വാല്യൂ ആഡ് ചെയ്യാം, അതിലേക്കാണ്. അത് വളരെ ഡൈവേഴ്സിഫിക്കേഷനോടൊപ്പം തന്നെ ഈ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിനെ വളരെ സൂക്ഷ്മമായിട്ട് അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, വിളക്കി ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പല അങ്ങനെയുള്ള ഒത്തിരി സ്റ്റാർട്ടപ്പുകളുണ്ട്. നമുക്ക് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്റ്റാർട്ടപ്പുകളും അല്ലാതെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയും കുറേ സംഭാവന ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ കോവിഡ് വന്ന സന്ദർഭത്തിൽ ബ്ലോക്കേഡ് ആയിരുന്നല്ലോ, നമ്മുടെ ലോക്ക്ഡൗൺസ് ആയിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. ഡൈമർ ടെസ്റ്റ് ഒരു മാൻഡേറ്ററി പോലെയായിരുന്നു അന്ന്. ബ്ലഡ് കട്ട പിടിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ ലോക്കൽ കമ്പൗണ്ട് വളരെ കൂടിയത്, ഡൊമസ്റ്റിഫിക്കേഷൻ. അപ്പോൾ അതിനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കമ്പനിയാണത് അതിൻ്റെ കൺസ്യൂമബിൾ ഡെവലപ്പ് ചെയ്തു, പേറ്റന്റ് ചെയ്തു. അവരാണ് 1.5 കോടിയോളം ഇന്ത്യക്കാർ ഡൈമർ ടെസ്റ്റ് ചെയ്തത്. കേരളത്തിലെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് പേറ്റന്റ് കിട്ടിയ കൺസ്യൂമബിൾ വെച്ചിട്ടാണ്. അതാണ് അഗാപ്പെ എന്നുള്ളത്. അവരിപ്പോൾ ജപ്പാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 12 ജപ്പാനിലെ കമ്പനിയുമായി ചേർന്ന് അവരുടെ പ്രൊഡക്റ്റിലേക്ക് വരികയാണ്. വളരെ എക്കണോമിക്കലി കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പല പ്രൊഡക്റ്റുകളാണ് അവർ രംഗത്തിറക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇൻഡിജിനിയസ് ആയിട്ടുള്ളതാണ് ഹാർട്ട് വാൽവ്, അത് ശ്രീചിത്ര ഡെവലപ്പ് ചെയ്തു, അവരുടെയാണ് ഇത് വന്നത്. ബ്ലഡ് ബാഗിൽ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് തെർമൽ പെൻ, അവരും നമ്മുടെ ശ്രീചിത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ടേൺ ഓവറിൻ്റെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളമാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല 1.2% ലാൻഡ്, 2.8% ഓഫ് ദ പോപ്പുലേഷൻ. പക്ഷേ നമ്മൾ 4% ഓഫ് GDP നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ആസ് എ ഹോൾ വി ആർ കോൺട്രിബ്യൂട്ടിങ് 20% ഓഫ് ടേൺ ഓവർ. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ്. ഇതുപോലെയുള്ള പല മേഖലയ്ക്കകത്ത് അതുപോലെ നമുക്ക് സ്റ്റാർട്ടപ്പുകളുടെ ഒരു നല്ല സാധ്യത വരുന്നു. ഒന്ന് ഓട്ടോമോട്ടീവ് ടെക്നോളജി. നമുക്ക് വലിയ മാനുഫാക്ചറിങ് കമ്പനികൾ പറ്റുന്നത്, കാറിന് ഇപ്പോൾ 1000 ഏക്കർ വേണം, 2000 ഏക്കർ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ഡിഫിക്കൽട്ട്. കേരളത്തിൽ നമുക്കൊരു 100 ഏക്കർ സ്ഥലം എടുക്കണമെങ്കിൽ ചിലപ്പോൾ 500 ലാൻഡ് ഓണേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ചില സ്റ്റേറ്റിലൊരു 5000 ഏക്കർ 2-3 പേരോട് ഡിസ്കസ് ചെയ്താൽ മതി. നമുക്ക് ലാൻഡും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെ എല്ലാം ടെക്നോളജി ബേസ്ഡാണ്, പലതരത്തിലുള്ള ടെക്നോളജി വേണ്ടി. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾ കുറേ ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് കുറേ കൂടി പൊട്ടൻഷ്യലുള്ള മറ്റൊരു മേഖല സ്പേസാണ്. സ്പേസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. സ്പേസിൽ പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഹോട്ട് ആയിട്ടുള്ള റീജിയൻ ആണ് ഇപ്പോൾ. അതെ, സ്പേസ് നേരത്തെ കംപ്ലീറ്റ് പബ്ലിക് ആയിരുന്നു, ഗവൺമെന്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്തിരിക്കുന്നു. നമുക്കുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ഇക്കോസിസ്റ്റം ഈ ISRO VSC ഒക്കെ ഉള്ളതുകൊണ്ട് റിട്ടയർ ചെയ്ത ആളുകളൊക്കെ അവരുണ്ട് അവിടെയുള്ള. അപ്പോൾ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു അവൈലബിലിറ്റി, ഈവൻ സപ്ലൈ ചെയിൻ ആൾസോ. ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ്, ട്രിവാൻഡ്രത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാലക്കാടും കമ്പയർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്തിലെ സപ്ലൈ ചെയിൻ കിട്ടില്ല ഞങ്ങൾക്ക്. റീസൺ എന്താ വെച്ചാൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ദ സ്പേസ് റിലേറ്റഡ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിഫൻസിൽ അതുപോലെ കുറേ സാധ്യത പുതിയതായിട്ട് വരുന്നുണ്ട്.
പിന്നെ മെഡിക്കൽ തന്നെയാണ് പ്രധാന അത് വരുന്നത്. ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ തന്നെ കൂടുതൽ സാധ്യതകൾ വരുന്ന മെഡിക്കൽ ആണല്ലോ. മെഡിക്കൽ രംഗത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് ഫാമിംഗ്, അതിലും ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൃഷി രീതികളെല്ലാം മാറുന്നു, സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഇറിഗേഷൻ, അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം തന്നെ അതിലേക്ക് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ സാധ്യതകൾ ഇതര മേഖല. നേരത്തെ IT മാത്രമായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ IT-യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ IT മാത്രമായിട്ട് നിൽക്കില്ല. IT-യുടെ നിപ്പ് മറ്റു പലതുമായി ചേർന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് IT-യുടെ പുതിയ ഡെവലപ്മെൻറ്റ്. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരും ഈ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ കുറേ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ എൻ്റെ അടുത്തൊരു 10ാം ക്ലാസ്സുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വന്നത് ഒരു AI ടൂൾ ഡെവലപ്പ് ചെയ്തിട്ട് വളരെ അവൻ്റെ മുഖത്തെ കോൺഫിഡൻസൊക്കെ ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഇപ്പോൾ പുതുതായിട്ട് IPC CRPC എല്ലാം മാറിയല്ലോ. അപ്പോൾ അവൻ പറയുന്നത് എല്ലാവർക്കും ലോയറെ അഫോർഡബിൾ ആവില്ല, പറ്റില്ല. നമുക്ക് ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഏതൊക്കെ വകുപ്പ്, എന്താ പ്രൊസീജിയർ, നേരെ ChatGPT ഒരു അടിച്ചു കൊടുക്കുമ്പോഴേക്ക് കൃത്യമായിട്ട് വരാണ് IPC വരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നു, ഇത് IPC മാറി. അപ്പോൾ അതിൽ ഏതാണ് BNS അറിയണോ, അപ്പോൾ അത് അടിച്ചു കൊടുത്താൽ അപ്പോൾ അത് കംപ്ലീറ്റ് വരാണ്. അത് 10ാം ക്ലാസ്സുകാരന് ഇവൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു എഡിറ്റർ ഉണ്ട്, അവൻ 12ൽ പഠിക്കുന്നത്. അപ്പോൾ പുതിയ കുട്ടികൾ നേരത്തെ കോളേജിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഉൾപ്പെടെ സ്റ്റാർട്ടപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പിനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു ശ്രീചിത്ര അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നിന്ന് ടെക്നോളജി കൈപ്പറ്റിയിട്ട് ഒരുപാട് വലിയ കമ്പനികൾ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷനുണ്ട്. കോളേജസിൽ തന്നെ ഒരുപാട് റിസർച്ച് എവറി ഇയർ നടക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും ആ റിസർച്ചുകളൊക്കെ ഒരു TRL 5-6 നിന്ന് ഒരു പ്രൊഡക്റ്റൈസേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നില്ല. അപ്പോൾ കാരണം അതുമൂലം ഒരുപാട് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ബിൽഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടോ? ഒരു ട്രാൻസ്ലേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് എന്നുള്ള പോലെ ഒരു കൺസെപ്റ്റ് എന്തെങ്കിലും തിങ്ക് ചെയ്യും? നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഇപ്പോഴത്തെ ട്രാൻസ്ലേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോളിസിയുടെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അതിൽ ഈ ഒരു ഗവേഷണ ഫലത്തിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇതാണ് നമ്മുടെ ഇപ്പോഴും ഗ്യാപ്പ് വരുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇൻഡസ്ട്രി ഹയർ എഡ്യൂക്കേഷൻ ലിങ്ക് കുറവായിരുന്നു, കണക്ട് കുറവായിരുന്നു. അപ്പോൾ വി ആർ ട്രൈ ടു സ്ട്രെങ്ത് ദാറ്റ് കണക്ട്. പല ടൂൾസ്, ഉപകരണങ്ങളും ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കി. അപ്പോൾ അതിൽ സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾക്കും ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾക്കും ആ പ്രോബ്ലംസിന് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഷുഡ് ഹാവ് ദാറ്റ് കേപ്പബിലിറ്റി ടു അഡ്രസ് ദാറ്റ് ഇഷ്യൂ, ടു ഗീവ് ദ ആൻസേഴ്സ് ടു ദാറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നിന്ന് പറ്റുന്ന രൂപത്തിൽ മാറണം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. കാരണം നേരത്തെ പറഞ്ഞത് നമ്മൾ വളരെ വേഗത്തിലാണ് മാറുന്നത്. പണ്ട് പഠിച്ച പുസ്തകം വെച്ചിട്ട് പഠിപ്പിക്കുകയും ചെയ്യാം, നോട്ട് പുസ്തകം വെച്ചിട്ട്. ഇപ്പോൾ ഒന്നും പറ്റില്ല. അത് മാത്രമല്ല, പഠിപ്പിക്കുമ്പോൾ തന്നെ ആളുകൾ ChatGPT ഒക്കെ നോക്കിയിട്ട് എല്ലാ വർഷവും നോക്കിയിട്ടുണ്ടോ. അപ്പോൾ പഠിപ്പിക്കൽ പഴയ പോലെയല്ല, അത് വേറെ രീതിയിലേക്ക് നിങ്ങളൊന്ന് അവരെ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏത് ഡയറക്ഷനിലേക്ക് വിടുന്നു, ഒരു ഫെസിലിറ്റേഷൻ ആകുന്നു. അപ്പോൾ നമ്മുടെ കരിക്കുലർ, സിലബി, പെഡഗോജി എല്ലാം മാറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ വരുന്ന ഒരു മാറ്റം എന്നുള്ളത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒക്കെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടായ ഒരു യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് ആണോ? അതെ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ദാറ്റ് ഇസ് ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ കൺട്രി. നമുക്കിപ്പോൾ AI, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, റോബോട്ടിക്സ്, ഇങ്ങനെയുള്ള എമർജിങ് ടെക്നോളജീസ് എല്ലാം നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ എക്വിപ്ഡ് ചെയ്തു. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ഒരിടത്തും ഇങ്ങനെ പാസീവായിട്ടുള്ള ഒരു ഇത് നടക്കുന്നില്ല. പിന്നെ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ കുസാറ്റ്, അവിടെ എല്ലാം തന്നെ ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് വന്നു. 6 മാസം നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാം, ഓൺലൈനിൽ വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അത് ഒരു പുതിയതായി വന്നു. ഇപ്പോൾ നമ്മൾ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വന്നു. ക്യാമ്പസിനോട് ചേർന്ന് ഇപ്പോൾ 80 അപേക്ഷ കിട്ടിക്കഴിഞ്ഞു വിത്തിൻ 1 വീക്ക്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ ക്യാമ്പസിനോട് ചേർന്ന് ക്യാമ്പസ് നടത്താൻ ആവശ്യമായ സ്ഥലത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു STF നടത്താൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ദ റിസർച്ച് ഔട്ട്കം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെക്കൻഡ് ടു ദ പ്രൊജക്ട് ഓഫ് ദ ഫാക്കൽറ്റി. തേർഡ് ടു ദ അലുമിനി. ഫോർത്ത് അവിടെയുള്ള ഏത് ഇൻഡസ്ട്രിയും അപ്പടി അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് റൂൾസ് ഏതാണോ അവിടെ അംഗീകാരം കിട്ടുന്നത് ആ ഇൻഡസ്ട്രി. അപ്പോൾ 4 കാറ്റഗറി. കുട്ടികൾക്കിപ്പോൾ
നമ്മുടെ നാട്ടിലെ കുട്ടികൾ നേരത്തെ ഞങ്ങളുടെയൊക്കെ തലമുറ പഠിക്കാൻ വിദേശത്ത് പോകുന്ന ആലോചിക്കും, അത് കേംബ്രിഡ്ജ്, ഹാർവാർഡ്, അല്ലെങ്കിൽ MIT, യേൽ, കൊളംബിയ, ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നിനും പോവുക. ഇപ്പോൾ കുട്ടികൾ പോകുന്നത് UK, ഓസ്ട്രേലിയ, കാനഡ, ഏത് യൂണിവേഴ്സിറ്റി ഒന്നും പോലെ ഫസ്റ്റ് അവർ ചെയ്യുന്നത് പാർട്ട് ടൈം ജോബാണ്. അപ്പോൾ ഇവിടെ തന്നെ കുട്ടികൾക്ക് IT പഠിക്കുന്ന കുട്ടി അപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനി ജോലി ചെയ്യാം പാർട്ട് ടൈമായിട്ട്, മണിക്കൂറിന് അവിടെ നിന്ന് വേജ് കിട്ടും. ഒരു 100 മണിക്കൂർ ഒരു സെമ്മിൽ, അല്ലെങ്കിൽ 20-30 മണിക്കൂർ സെമ്മിൽ അവർ അവിടെ ജോലി ചെയ്യുന്നു. എഗെയിൻസ്റ്റ് ഇവിടെ ക്രെഡിറ്റ് കിട്ടുന്നു. അപ്പോൾ 2 ദിവസത്തെ വേജും കിട്ടും, ഒരു ക്രെഡിറ്റും കിട്ടും. ഒപ്പം തന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ആ കൾച്ചർ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മുടെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ, അല്ലെങ്കിൽ ഒരു പോളിമർ ടെക്നോളജി പഠിക്കുന്നു, അല്ലെങ്കിൽ റബ്ബർ കമ്പനി ജോലി ചെയ്യുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലാണ്. അവിടെ ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കൂടി ഉയർന്ന തലത്തിലുള്ളൊരു പരിശീലനം കിട്ടുന്നത്. അങ്ങനെയുള്ള സംവിധാനം ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ തന്നെ, ഇപ്പോൾ ഞങ്ങൾ സെപ്റ്റംബറിൽ ബയോ കണക്ട് സംഘടിപ്പിക്കുന്നുണ്ട് ലൈഫ് സയൻസ് പാർക്കിൽ, 2nd എഡീഷനാണ്. അപ്പോൾ ശ്രീചിത്രയാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമ്മൾ CSIR 100 കോടിയുടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വരികയാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളും ഇന്ന് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റെ ഒരു അടുത്ത സ്റ്റേജിൽ വരുന്ന എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ നോക്കിയപ്പോൾ, നിങ്ങൾ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് അറിയുന്ന ആളാണെങ്കിൽ 2-3 പ്രശ്നങ്ങളുള്ളൂ. ഒന്ന്, നമുക്ക് പ്രോട്ടോടൈപ്പിനുള്ള അതിനുള്ള ഒരു എക്കോസിസ്റ്റം വേണ്ടത്ര പോരാ. 2, ഡിസൈൻ ഫാക്ടർ. നമുക്ക് ലോകത്തെല്ലാവരും നമ്മുടെ ഡിസൈനേഴ്സാണ്, പക്ഷേ ഇവിടെ വേണ്ടത്ര കിട്ടുന്നില്ല. ഇത് പിന്നെ മൂന്നാമത്തത്, നമുക്ക് അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഘട്ടം കഴിയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് ആ സ്കില്ലുള്ള ആളെ കിട്ടുന്നില്ല. ഇതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ള 3 ഒരു പ്രായോഗിക പ്രശ്നങ്ങൾ. ഇത് 3 നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കെയിലിംഗ് അപ്പ് ഓഫ് ദ സ്കിൽസ് അതൊരു ഭാഗം ചെയ്യുന്നുണ്ട്, പ്രോട്ടോടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവരുടെ പിന്നെ ടെസ്റ്റിംഗ്, ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. ഇപ്പോൾ നമ്മൾ CSIR ഇവിടെ ടെസ്റ്റിംഗ് ഒരു 26 കോടി മറ്റ് ഒരു ടെസ്റ്റിംഗ് വരുന്നുണ്ട് ഫുഡ് പ്രോസസ്സിങ്ങിന്, ആയുഷുമായി ബന്ധപ്പെട്ട. യഥാർത്ഥ കേരളത്തിൽ ഈ ആയുർവേദത്തിൽ കുറച്ച് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ശരിക്കും കേരളം ആയുർവേദത്തിൻ്റെ ഒരു തലസ്ഥാനമാണെങ്കിലും ഈ ആയുർവേദ മരുന്നുകൾ വരുന്നത് മിക്കവാറും പുറത്തുനിന്നാണ്. നമുക്കിവിടെ ഇൻഡസ്ട്രി അത്ര പോരാ. ഇപ്പോൾ നമ്മളതിലേക്ക് വീണ്ടും കയറി പുതിയ പരീക്ഷണങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒന്നായിട്ട് ഇപ്പോൾ ശ്രീചിത്ര കേന്ദ്രീകരിച്ചിട്ട് തന്നെ നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക് വന്നു. തീം ബേസ്ഡ് പാർക്സ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500 കോടി നമ്മളിപ്പോൾ സെപ്റ്റംബറിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഈ കണക്റ്റിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംവിധാനം എല്ലാവരും, ഇലക്ട്രോണിക്സ്, ഇപ്പോൾ നമുക്ക് ഡിസൈൻ, ചിപ്പ്, സെമി കണ്ടക്ടർ. അപ്പോൾ അത് സെമി കണ്ടക്ടറിലൊന്നും നമുക്ക് വലിയ ഇത് പറ്റില്ല, സാധ്യത ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതും മിക്കവാറും ആ മേഖല വെള്ളം കൂടുതൽ ആവശ്യമുള്ളതാണ്, പൊല്യൂഷൻ സാധ്യത ഉള്ളതാണ്. എന്നാൽ നമുക്ക് പറ്റുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ ഡിസൈൻ നമുക്ക് പറ്റും, ചിപ്പിൻ്റെ ഡിസൈൻ സംഭവം ഇപ്പോൾ നമ്മൾ ചില കമ്പനികൾ ഇപ്പോൾ തന്നെ കൊടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഗ്രാഫിക് GPUs ഉണ്ടല്ലോ, ഗ്രാഫിക്കൽ പ്രൊഡ്യൂസ് യൂണിറ്റ്സ്, അതിന് സാധ്യതകൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കൂടുതൽ ചിപ്പിലാണല്ലോ, ചിപ്പ് വാറാണല്ലോ ഇപ്പോൾ അടുത്ത ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ചിപ്പ് മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. സാർ, ഇപ്പോൾ സാർ പറഞ്ഞത് നിന്ന് ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് മനസ്സിലായത് കേരള ഗവൺമെൻറ്റിന് ഒരു 22 ഫോക്കസ് ഏരിയാസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അതിലൊരു ടോപ്പ് 5 ഫോക്കസ് ഏരിയ എന്തായിരിക്കും സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ? ആൻഡ് ആൾസോ അതിലേക്ക് എങ്ങനെ എമർജിങ് ടെക്നോളജി, ആ ഫോക്കസ് ഏരിയയിലേക്ക് എങ്ങനെ എമർജിങ് ടെക്നോളജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സ്റ്റാർട്ടപ്പുകൾക്ക് എങ്ങനെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മാറാം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മുടെ വ്യൂവേഴ്സിന് ചിലപ്പോൾ താല്പര്യമുണ്ടോ സാർ? പ്ലീസ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ മോട്ടോ വളരെ രസകരമാണ്. ഞങ്ങളതിനെ വളരെ ആലോചിച്ചിട്ടുണ്ട്. നേച്ചർ മാൻ ഇൻഡസ്ട്രി, നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി, പ്രകൃതി മനുഷ്യൻ വ്യവസായം, നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി, റിവേഴ്സ് അല്ല. ഞങ്ങളതിന് കവറിൻ്റെ കളറും ഫോണ്ടും ഗ്രീനാണ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിമിതി, നമ്മുടെ സാധ്യത, ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഈ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തത്. പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലാൻഡ് കുറവാണ്, പിന്നെ എൻവയോൺമെൻറ്റൽ ഫ്രജൈലാണ്, ഒരു വശത്ത് CRZ, മറുവശത്ത് വെസ്റ്റേൺ ഗട്ട് റെഗുലേഷൻ, ഇൻ ബിറ്റ്വീൻ വെറ്റ്ലാൻഡ് റെഗുലേഷൻ, പിന്നെ മനുഷ്യനും വനവും തമ്മിലുള്ള പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. വന്യമൃഗങ്ങളാണ് ഇപ്പോൾ സ്ഥലം പോരാന്നാണ് അവർ പറയുന്നത്, അവർ നഗരത്തിലേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? സ്ട്രെങ്ത് ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്.
അതാണ് അതുകൊണ്ടാണ് നമ്മൾ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി. നമ്മുടെ പ്രയോറിറ്റി ഈ എമർജിങ് ടെക്നോളജീസ്, ജെനഐ അല്ലെങ്കിൽ റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, പിന്നെ ഗ്രഫീനാണ് വണ്ടർഫുൾ മെറ്റീരിയലായിട്ട് ലോകം പരിഗണിക്കുന്നത്. നമ്മളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഗ്രഫീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലങ്ങളിലൊന്നും. നമ്മൾ 4 ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെൻറ്റർ നമ്മളാണിപ്പോൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ മേഖല നമ്മുടെ ഫോക്കസ് ഏരിയയാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഈ IT, അതുപോലെ ടൂറിസം, അത് നമ്മുടെ മേഖല തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 22 പ്രയോറിറ്റി സെക്ടേഴ്സാണ്. അപ്പോൾ ഇതിലെല്ലാം ടെക്നോളജി ഒരു കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇതെല്ലാം ടെക്നോളജി ഒരു നോളജിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. പല രൂപത്തിലായിരിക്കും ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിന് പറ്റുന്ന ഫോക്കസാണ്. അത് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്കൂൾ മുതൽ ഇപ്പോൾ നമ്മുടെ സ്കൂൾ സിലബസിൽ AI ഉൾപ്പെടുത്തി 80,000 അധ്യാപകർക്ക് AI ടൂൾസ് ഉപയോഗിക്കാനായിട്ട് പ്രാക്ടിക്കലായിട്ട് പരിശീലനം കൊടുക്കും. പിന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് കൊടുക്കും. നമ്മുടെ ഒരു പ്രത്യേകത, ഈ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യം 2000-ൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ നമ്മൾ വി ഹാഡ് അഡോപ്റ്റഡ് an IT പോളിസി focused on free software, freedom to copy the source code, freedom to modify according to our requirement, freedom to transfer that software. അതാണ് നമുക്കിപ്പോൾ ഈ ക്ലൗഡ് ഇഷ്യൂസ് ഉണ്ടായില്ലേ, നമ്മുടെ പബ്ലിക് ഡെലിവറി സിസ്റ്റം ഇറ്റ് വാസ് നോട്ട് എഫക്റ്റഡ്. പബ്ലിക് ഡെലിവറി സിസ്റ്റം അഡ്മിഷൻ പ്രോസസ് ഞാൻ 2009 മറ്റോ ഓർക്കുന്നുണ്ട്, IIM-ൻ്റെ പരീക്ഷാ സംവിധാനം ആകെ തകരാറിലായി. അന്ന് ആനന്ദ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു ഹിന്ദുവിൽ. അപ്പോൾ അദ്ദേഹം എഴുതിയ തലക്കെട്ട് കേരളത്തിലേക്ക് നോക്കുന്നതാണ്. കേരളത്തിൽ നമ്മൾ ലക്ഷക്കണക്കിന് കുട്ടികളുടെയാണ് ഇപ്പോൾ ഈ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം നടന്നത്. എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അതൊരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, സ്കൂൾ മുതൽ എഡ്യൂക്കേഷൻ സംവിധാനത്തെ ഇതിന് പറ്റുന്ന നൈപുണ്യം, സ്കില്ലുള്ളവരായിട്ട് വളർത്തിയെടുക്കണം. അത് ഇതിൻ്റെ ഭാഗമാണ്. 2, ഇവരെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻക്യുബേറ്റേഴ്സ്, സ്റ്റാർട്ടപ്സ്, ആക്സിലറേറ്റർ, ആ എക്കോസിസ്റ്റം നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കണം. അതിപ്പോൾ നമ്മൾ നല്ല രീതിയിലേക്ക് വന്നിരിക്കുന്നു. 3, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. അതിന് ഈ ചുവപ്പ് നാടകൾ പാടില്ല. നമുക്കിപ്പോൾ കേരളത്തിൽ 50 കോടി രൂപ വരെ മുതൽ മുടക്കുണ്ടെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 50 crore വരെയാണെങ്കിൽ, വിത്തൗട്ട് എനി ലൈസൻസസ് യു ക്യാൻ സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രി. ഒരു 5 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റ് വേണ്ട, സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് സർട്ടിഫിക്കറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു പ്രശ്നം വന്ന് ഈ കറണ്ട് കണക്ഷൻ കിട്ടില്ല, നമ്പർ വേണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അക്നോളജ് നമ്പർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ടെമ്പററി ബിൽഡിംഗ് നമ്പർ. അത് നമ്പറായിട്ട് തന്നെ ഉപയോഗിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ 50 കോടിക്ക് മുകളിലാണെങ്കിൽ നമ്മളൊരു പ്രത്യേക ബ്യൂറോ, നിയമസഭ നിയമം പാസ്സാക്കി 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണം. After submitting the application along with all relevant documents, then license, composite licenses, that includes all licenses from different various departments, it should be given within 7 days. അതൊരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതിന് പറ്റുന്ന എക്കോസിസ്റ്റം വന്നു. പിന്നെ ഈ പുതിയതായി വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ, ഈ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ ഒന്ന് ഹ്യൂമൻ റിസോഴ്സസ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആളെടുക്കണമെങ്കിൽ, ലോക്കലായിട്ട് കുട്ടികളെ എടുക്കുകയാണെങ്കിൽ പകുതി അവരുടെ സ്റ്റൈപ്പൻഡ് ഗവൺമെന്റ് കൊടുക്കും. ഇന്റേൺഷിപ്പിന് ഇത് ഈ പോളിസിയുടെ ഭാഗം. ഇതിപ്പോൾ ഈ സ്കീം ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായി വന്നിട്ട് ഇൻസെന്റീവിന്റെ ഒരു പാർട്ട് അതാണ് ഈ പ്രയോറിറ്റി സെക്ടർ. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളിപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ GST 18% വരും. മെഷീനറിയുടെ 9% SGST, 9% CGST. നമ്മുടെ കമ്പോണന്റ് 9% സ്റ്റേറ്റ് GST. അത് നമ്മൾ 100% റീഇംബേഴ്സ് ചെയ്യും. പ്ലസ് നമ്മൾ ഇപ്പോൾ 10 കോടി രൂപ വരെ ക്യാപിറ്റൽ ഇൻസെന്റീവ് കൊടുക്കും, ഓരോരോ സ്ലാബ് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നല്ലൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ പ്രയോറിറ്റി സെക്ടറിൽ. പ്രയോറിറ്റി സെക്ടറിലേക്ക് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ ഒരു ഗുണം, ഇപ്പോൾ IBM വന്നല്ലോ. IBM വന്നപ്പോൾ ഞാനതിൻ്റെ ലോഞ്ചിങ്ങിന് അവരുടെ ക്യാമ്പസ് ലോഞ്ച് ചെയ്തപ്പോൾ CMA ലോഞ്ച് ചെയ്ത് ഞാൻ അതിന് ശേഷം അവരായിട്ട് ഇൻറ്ററാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു എംപ്ലോയീസായിട്ട് 100 പേരാണ് മാക്സിമം ഒരു 1 year എക്സ്പെക്ട് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യാൻ. പക്ഷെ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടെ ഒത്തുചേർന്നപ്പോൾ 2000-ഓളം പേര് അവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേഷ് തുമ്മൽ ഉദ്ഘാടന സമയത്ത് പറഞ്ഞിരുന്നു, ഈ പോളണ്ടിൽ അവർ ഇതിനു മുമ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ മുന്നോട്ട് പോയിട്ടില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഔട്ട്കം.
1 വർഷത്തിനുള്ളിൽ 2 പ്രൊഡക്റ്റ് നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തു. ഇവിടെ കേരളത്തിൽ ഒന്ന് AI ടൂൾസ്, ഒന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് ഡെൽറ്റ എയർലൈൻ, വൺ ഓഫ് ദി ലാർജസ്റ്റ് എയർലൈൻ ഓഫ് ദ കൺട്രി ഇൻ വേൾഡ്, അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 പ്രൊഡക്റ്റ് 1 വർഷം കൊണ്ട് നമ്മുടെ ആളുകളാണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ അവർ ഇതൊരു ഹബ്ബാക്കി മാറ്റാണ്. ഇപ്പോൾ ഒരു IBM ഒരു വർഷം 20 ലക്ഷം രൂപ ശരാശരി ശമ്പളം കൊടുക്കുന്നു. അപ്പോൾ ഒരു 3000 പേര് എന്ന് പറഞ്ഞാൽ 600 കോടിയായി. ഞാനിപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി തുടങ്ങുന്നു, ഒരു 10,000 പേര് ജോലി ചെയ്യുന്നു. 95% എബോവ് 95% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. അവർക്കൊരു 10,000 രൂപ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന 100 കോടി രൂപയായിരിക്കും ഒരു വർഷം. ഇവിടെ ഇത്രയും ആൾക്ക് വെച്ച് 600 കോടി കിട്ടും. ഒരു ഹൈലി പെയ്ഡ് ആയിട്ടൊരു എംപ്ലോയി വരാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വണ്ടി വന്നു, അവർക്ക് കാർ വന്നു, ഫ്ലാറ്റ് വാങ്ങിച്ചു, സ്വിഗ്ഗിയും ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഗീഗ് വർക്കേഴ്സിൻ്റെ എണ്ണം കൂടും. 4 to 5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ നടത്തും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ വരുന്ന ആളുകളും മെഗാ മെജോറിറ്റിയും കേരളൈറ്റ്സ് ആയിരിക്കും. റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഓൾസോ ഹാപ്പനിങ്. ഇപ്പോൾ IBM വന്നവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വന്നവരുണ്ട്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തുടങ്ങിയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് കമ്പനികളിലെല്ലാം അമേരിക്കയിൽ ജോലി ചെയ്ത ആൾ വരുന്നുണ്ട്, പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന ഒരു തലമുറയ്ക്ക് പിന്നെ അവിടെ ഇങ്ങോട്ട് വരാൻ കുറച്ച് ഹഡിൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പോയവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഇവിടെ വളരെ ഡെവലപ്ഡായ കൺട്രിയിൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 20 ദിവസം വരെ എടുക്കുന്നു. ഇവിടെയാണ് ഏത് ഡോക്ടറെ കാണാൻ തീരുമാനിച്ച ആർക്കും പോയി കാണാം. ഇപ്പോൾ അവിടെ വീട്ടിൽ പോയി ചികിത്സിക്കുന്ന പരിപാടിയുണ്ട്, അതിനുള്ള ആപ്ലിക്കേഷൻസ് അടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അതിനിപ്പോൾ ഈ ആപ്പ് വെച്ചിട്ടുള്ള കുറേ ഇതുണ്ടെങ്കിലും മനുഷ്യനെപ്പോഴും ഡോക്ടറെ കാണണം. അതെ, അത് നമ്മളൊന്ന് തുടരണം. ഇത് ഡോക്ടർ വീട്ടിൽ പോയി കാണും, ചികിത്സിക്കും. അങ്ങനത്തെ ആപ്പുകളും തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് ചില സ്ഥലങ്ങളിൽ. കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഡോക്ടർമാർ ചെല്ലും. ഇപ്പോൾ ഇവിടെ തന്നെ പല സ്ഥലത്തും ഡോക്ടർമാർ വരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ പല പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ 22 പ്രയോറിറ്റി സെക്ടർ കേന്ദ്രീകരിച്ചാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ നയത്തിന് ശേഷം മിക്കവാറും അടുത്ത ദിവസം നമ്മുടെ കുറച്ച് നയങ്ങൾ കൂടി വരും. പോളിസീസ്, എക്സ്പോർട്ട് പോളിസി വരും, ലോജിസ്റ്റിക് പോളിസി, ഹൈടെക് മാനുഫാക്ചറിങ് പോളിസി, ESG എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ് പോളിസി, പിന്നെ AIയുടെ ഒരു പോളിസി വരുന്നുണ്ട്, ഇത്തരം കൊമേഴ്സ് പോളിസി വരുന്നുണ്ട്. ഇത് അപ്പോൾ കുറച്ചുകൂടിയും നമുക്കൊരു പോളിസി ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം കുറേ കൂടി ക്ലിയർ ആവും. ഞാൻ പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഈ റൂട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തിനുള്ളിൽ ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ലോകത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറും. അതുപോലെ ഇന്ത്യയിലെ ESG ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളം മാറും. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സാർ, ഇപ്പോൾ IBMൻ്റെ ഒരു AI കോൺഫറൻസ് റീസെൻ്റ് ആണ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ലോഞ്ചും കാര്യങ്ങളും കഴിഞ്ഞു. അതുകൂടാണ്ട് ഇപ്പോൾ റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കോൺഫറൻസിലൂടെ സ്റ്റാർട്ടപ്പുകൾക്കും അത് പുതിയതായിട്ടുള്ള എമർജിങ് ടെക്നോളജിക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു നല്ല കാര്യങ്ങൾ? നമ്മളിതൊരു ഒറ്റപ്പെട്ടതല്ല. ഇപ്പോൾ AI കൊള്ളാം, അല്ലെങ്കിൽ റോബോട്ടിക്സ് കൊള്ളാം. പക്ഷേ സാധാരണ ഇത് കാണുന്നതൊക്കെ നമ്മൾ ദുബായിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കിൽ കോൺഫറൻസുകൾ നടക്കുന്നതൊക്കെ, ഗവൺമെൻറ് നടത്തുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഇതുവരെ. പക്ഷെ ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലും കാണുമ്പോൾ നമുക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. അതെ, നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. അപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗാർണറിൻ്റെ വരികയാണ്, AIയുടെ കൊച്ചിയിൽ വരികയാണ്, നമ്മളും കൂടി ചേരുന്നുണ്ട് അവരായിട്ട്. അപ്പോൾ ലോകത്തിലെ പ്രധാന CEOമാരൊക്കെ വരും കൊച്ചിയിൽ. AI അടുത്ത അവരുടെ കോൺക്ലേവ് നവംബറിൽ ഹയാത്തിൽ വെച്ചിട്ടാണ്. ഗവൺമെൻറ് അതിനോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ AI കൊള്ളാം, അല്ലെങ്കിൽ റോബോട്ടിക്സ് കൊള്ളാം, ഒരു കോൺക്ലേവ് നടത്തി കളയാം എന്ന് കരുതിയിട്ടുള്ളൊരു ഒറ്റപ്പെട്ടതെന്നല്ല, നമ്മളൊരു കോംപ്രഹെൻസീവ് പ്ലാനിൽ നിന്നാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങൾ ചുമതല എടുത്തൊരു കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ എല്ലാ ഇൻവെസ്റ്റേഴ്സുമായിട്ടൊരു meeting, representatives of the investors organization like FICCI, CAA, Small Scale Industries Association. Thereafter I went to all district headquarters, meet with the hundreds of industrialists in each and every district headquarters. അതിനുശേഷം ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു വാട്ട് ആർ ദ പ്രോബ്ലംസ് ദേ ആർ ഫേസിങ്. ഞാൻ ഫസ്റ്റ് വെച്ച് വാട്ട് യു എക്സ്പെക്ട് ഫ്രം us ഫോർ അട്രാക്റ്റിംഗ് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോർ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അതിൽ അവർ കുറേ ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ കമ്മിറ്റി വെച്ച് വൈസ് ചാൻസലർ നാഷണൽ യൂണിവേഴ്സിറ്റി, കേരളത്തിൽ നിലനിൽക്കുന്ന നിയമം ചട്ടം എന്തൊക്കെ മാറണം, ഒരു പ്രൊപ്പോസൽ തന്നു, റിപ്പോർട്ട് വന്നു, അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ ലാൻഡാണ് പ്രധാനം.
ലാൻഡിൽ 60 മുതൽ നിൽക്കുന്ന പോളിസി നമുക്കെതിരായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇറങ്ങിയാൽ പിന്നെ കയറാനേ പറ്റില്ല. നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെല്ലാം ഈ ഭാർഗവി നിലയം പോലെയായിരുന്നു. നമ്മളത് മാറ്റി, അതിൻ്റെ വലിയ വിപ്ലവകരമായൊരു മാറ്റം തന്നെ വരുത്തി. ഇപ്പോൾ അതെല്ലാം വളരെ ലൈവായി. ഇപ്പോൾ മൂന്നാമത്തത് ഈ ലാൻഡിൽ തന്നെ നമുക്ക് അക്വിസിഷൻ വലിയ കോസ്റ്റാണ്. അപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുപോകും. നമ്മളിപ്പോൾ 27 പാർക്കായി വിത്തിൻ എ ഇയർ. എല്ലാം നമ്മൾ സെയിം സ്റ്റാറ്റസ് ഓഫ് ദ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇപ്പോൾ ലാൻഡിൻ്റെ ഇനി നമ്മൾ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ പാർക്ക്, പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും പഞ്ചായത്ത് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇപ്പോൾ ലാൻഡിൻ്റെ ഇഷ്യൂ ഞങ്ങൾ ക്ലിയർ ആക്കി. പിന്നെ ദെൻ പോളിസീസ്, ഇൻഡസ്ട്രിയൽ പോളിസി വന്നു, കണക്റ്റഡ് പോളിസീസ് വരുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു ക്യാമ്പയിൻ തുടങ്ങി, 1 lakh MSMEs ഇൻ എ ഇയർ. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ 1 ലക്ഷം പിടിക്കാം, പക്ഷേ 6 months നമുക്ക് ടാർഗറ്റിലേക്ക് എത്തി. നമ്മളെല്ലാ പഞ്ചായത്തിലും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇന്ത്യൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവായി MBA അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എല്ലാ പഞ്ചായത്തും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ 20 വാർഡിൽ ഒരാളുണ്ട്. ദേ ആർ ഗിവിങ് ഹാൻഡ് ഹോൾഡ് സർവീസ്. ഞാൻ എൻ്റെ ഓഫീസേഴ്സിനെല്ലാം കാലിക്കറ്റ് IIM വിട്ടു, റെസിഡൻഷ്യൽ ട്രെയിനിങ്. അഹമ്മദാബാദ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ വിട്ടു, അവർ ട്രെയിൻ ചെയ്തു. നേരത്തെ ഞങ്ങൾ വ്യവസായ വകുപ്പായാലും ഏത് വകുപ്പായാലും വരുന്ന ആളെ സംശയത്തിൻ്റെ കന്നഡ വെച്ച് നോക്കുള്ളൂ. നമ്മളെന്തോ കുഴപ്പത്തിലാക്കാൻ വന്നതാണ്, അപ്പോൾ നമ്മളെ കന്നഡയൊക്കെ മാറ്റി കൊടുക്കും. ട്രസ്റ്റിൻ്റെ കണ്ടു കൊടുക്കും. ചിലർ പറ്റിക്കാനൊക്കെ വരുമായിരിക്കും, അങ്ങനെ പൊതുവെ ട്രസ്റ്റിൻ്റെ കണ്ടു കൊടുത്തു. പിന്നെ ഞങ്ങളൊരു ഈ MSME ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് നമ്മുടെ വെബ്സൈറ്റിൽ വരും, ഓരോ ജില്ല എല്ലാം ട്രാൻസ്പെറൻ്റാണ്, പബ്ലിക് ഡൊമൈനിലുണ്ട്. 2,74,000 MSME കേരളത്തിൽ വന്നു ഈ 3 വർഷം 4 മാസം കൊണ്ട്. ഏകദേശം 17,600 കോടി രൂപ ഇവിടെ ഉള്ളത് തന്നെ ക്യാപിറ്റലായിട്ട് മാറി. 5,78,000 എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തു MSME തുടർച്ചയാണ്. ഇനി ഞങ്ങൾ ചെയ്യുന്നത് ഇതിനെ ഒരു 1000 ഇൻഡസ്ട്രി, ഒരു 100 കോടി ടേൺ ഓവർ ശരാശരി, മിഷൻ 1000. 1000 ഇൻഡസ്ട്രി 100 കോടി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1 lakh crore ടേൺ ഓവറുള്ള 1000 ഇൻഡസ്ട്രി. ഇത് നമ്മുടെ എക്കണോമി ഭയങ്കര ചലനാത്മകമാക്കും. റവന്യൂ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും. അതിപ്പോൾ 250 സെലക്ട് ചെയ്തു. അവർക്ക് നമ്മൾ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് കൊടുക്കും. വർക്കിംഗ് ക്യാപിറ്റലാണ് ഒരു ക്രൈസിസ്. ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എടുത്താൽ ഇൻട്രസ്റ്റിൻ്റെ 50%, 1 കോടി രൂപ നമ്മൾ കൊടുക്കും ഒരു വർഷം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഞാൻ നേരത്തെ പറഞ്ഞ പോളിസികൾ വന്നു. ഇനി ഞങ്ങൾ ഫെബ്രുവരിയിലാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ഫെബ്രുവരി 2nd part. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് ജനറേറ്റീവ് എക്കോണമി അത് വിജയകരമായി അലോങ് വിത്ത് IBM. ദെൻ ദിസ് റോബോട്ടിക് റൗണ്ട് ടേബിൾ, ഇത് കുറച്ചുകൂടി വൈഡായിട്ടാണ് നടത്തുന്നത്. പിന്നെ കേരളത്തിൻ്റെ നമുക്ക് സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യലുള്ള മറ്റൊരു മേഖല ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ലോകത്തിൻ്റെ ഹബ്ബ് കേരളമാണ്. ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിൻ്റെ 70% കേരളം ഉണ്ടാക്കുന്നത്. ഈ സ്പൈസ് പ്രോസസ്സിൻ്റെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ വേൾഡ് ലീഡേഴ്സ് കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ ഫുഡാണ് അടുത്തത്. പിന്നെ നമുക്ക് മാരിടൈം, അത് കഴിഞ്ഞ് മാരിടൈം റൗണ്ട് ടേബിളാണ്. മാരിടൈം തന്നെ ഇപ്പോൾ ചിലർ പറയും കേരളത്തിൽ ലേബർ ഇഷ്യൂസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊരു റിയാലിറ്റി നേരാകലെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ് വിക്രാന്ത്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റാണ്, ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരളയാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാ യൂണിയനുകളും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഷിപ്പ് യാർഡ്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ബാക്ക്വേർഡ് എക്സ്റ്റൻഷൻ കിട്ടും. ഷിപ്പ് യാർഡിലേക്ക് 150 MSMEകൾ സഹകരിച്ചിരുന്നു വിക്രാന്തിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ബിൽഡ് ചെയ്യുന്നതിൽ. PSUs ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇതിൻ്റെ ഒരു പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്, ക്ലസ്റ്റർ, മാരിടൈം ക്ലസ്റ്റർ ചേർത്തലയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നോർവീജിയൻ കമ്പനി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാരിടൈം എന്ന് വരുന്നു. അങ്ങനെ 12, നേരത്തെ ബയോ കണക്ട് 12 റൗണ്ട് ടേബിളുകൾ വരും. അതിൻ്റെ ഒപ്പം തന്നെ അലോങ് വിത്ത് ദാറ്റ് റോഡ് ഷോസ്. ചെന്നൈ കഴിഞ്ഞു, ഇനി ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ, ഷോക്കേസിങ് ദ കേരളസ് പൊട്ടൻഷ്യൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുബായ്, ഖത്തർ, സൗദി 3 എണ്ണം. ദെൻ ഫെബ്രുവരിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ്. നമ്മളിപ്പോൾ വലിയ പ്രഖ്യാപനമാണ്, 1 ലക്ഷം കോടി 2 ലക്ഷം കോടി ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾക്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രഖ്യാപനവും മെറ്റീരിയൽസ് വലിയ കഴിഞ്ഞ ദിവസം വയറിൻ്റെ വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. UP-ലെയും പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപനം. നമ്മൾ ഈ റൗണ്ട് ടേബിൾ കഴിയുമ്പോൾ ടാർഗറ്റ് വയ്ക്കും ഒപ്പം. ഇപ്പോൾ റോബോട്ടിക്സ് കഴിയുമ്പോൾ നമുക്കറിയാം എത്ര വരാം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ 500 കോടിയാണ് നമ്മൾ ബയോ കണക്റ്റിൽ അതുവഴി പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ ഓരോ മേഖലയും നോക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ചൊരു 17,000 കോടി MSME വന്നു. ഇതിനിടെ ഞങ്ങൾ കണ്ടിന്യൂവിങ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺക്ലേവ് നടത്തി. ഞങ്ങൾ വന്നതിന് ശേഷം ഈ 2021 ശേഷം ഇൻവെസ്റ്റ് തുടങ്ങി, അല്ലെങ്കിൽ നിലവിലുള്ളതിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പ്രൊഡക്ഷനിലേക്കുള്ള പൈപ്പ് ലൈനിൽ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഇത് 255 പേർ. അവർ മൊത്തം ടോട്ടൽ അക്യുമുലേറ്റ് ചെയ്ത് 12,000 ക്രോഡ്സിൻ്റെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോൾ തന്നെ നമുക്കൊരു 31,000-32,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഈ 3 വർഷത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ ഫോറിൻ കമ്പനീസ് കുറേ വന്നു, വെനിഷർ, ഡി സ്പേസ് വന്നു, അതുപോലെ തന്നെ സഫ്രാൻ വന്നു നമ്മുടെ ഡിഫൻസ് മേഖലയിൽ. ഇവിടെ തന്നെ IBM വന്നു, ഒരു വിയറ്റ്നാം കമ്പനി ഹോം അപ്ലയൻസസ് ചേർത്തലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർവീജിയൻ കമ്പനി മാരിടൈം രംഗത്ത് വന്നു. മറ്റന്നാൾ ഒരു അമേരിക്കൻ കമ്പനി 2 എണ്ണം ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഓട്ടോമോട്ടീവ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇംപെക്സ് നമ്മുടെ കേരളത്തിലെ വലിയ പ്രധാനപ്പെട്ട TV അവരിപ്പോൾ 0.1 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2 LG അവർ തമ്മിൽ കേരള മാർക്കറ്റ്. അവരിപ്പോൾ പുറത്താണ് കുറച്ച്, ഇപ്പോൾ കേരളത്തിൽ തന്നെ അവർ പ്രൊഡക്ഷൻ തുടങ്ങുന്നു. അവർക്ക് കുറെ കൂടി വിപുലമാക്കാൻ തന്നെയുള്ള ശ്രമം തുടങ്ങുന്നു. ഞാൻ നേരത്തെ പറഞ്ഞവരോടുള്ള പിന്നെ നമുക്ക് സാധ്യത GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. പലരും ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നമുക്ക് കേരളത്തിന് പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ഉള്ളൊരു ശ്രമം വന്ന് നമ്മളതിൻ്റെ ഏതെല്ലാം മേഖലയിൽ എത്ര വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്നായിട്ടായിരിക്കും ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി ആയിട്ടാണ് ഈ കോൺക്ലേവ്, റൗണ്ട് ടേബിൾ, റോഡ് ഷോസ് എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ജേർണിയിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം എന്ന് പറയാനുള്ള സംഭവം. അതായത് ഇപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഞങ്ങളൊരു ഇൻവെസ്റ്ററായിട്ട് സംസാരിക്കുമ്പോൾ കാഷ്വലി ഡിസ്കഷൻ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 1, 2, 3-ാമത്തെ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതിലെ 1-ന്റെ ഫണ്ട് റിട്ടേൺ കൊടുത്തു. ലൈക്ക് ദേ ആർ ഇൻവെസ്റ്റിംഗ് സം എമൗണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികളിൽ, കേരള കമ്പനികളിൽ അവരുടെ ഒരു പോർഷനും കൂടി കയറ്റി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ടൈം ആകുമ്പോൾ അവർ എക്സിറ്റ് ചെയ്യുമ്പോൾ കേരള ഗവൺമെൻറ് റിട്ടേൺ കൊടുക്കുന്നു. സോ ദാറ്റ് ആ ഒരു ഇൻവെസ്റ്റർ എന്നോട് പറഞ്ഞത് അതൊരു സക്സസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചെങ്കിൽ അവർക്ക് നല്ല റിട്ടേൺ കിട്ടി. ലൈക്ക് ദേ ഡെവലപ്പ് ദ എക്കോ സിസ്റ്റം അലോങ് വിത്ത് ദ ക്രിയേറ്റഡ് മണി ഓൾസോ. ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ചിലപ്പോൾ ഉള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ എന്നാലും ദേ ഡിഡ് ദാറ്റ് ഓൾസോ. ഇത് കണ്ട് ഒരുപാട് സ്റ്റേറ്റുകൾ ഇപ്പോൾ അത് കോപ്പി ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം. അപ്പോൾ ഈ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമിൽ നിന്ന് ആ ഒരു സ്റ്റേജിൽ അത് വന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞ ഒരു പോയിൻ്റ് എന്താ വെച്ചെങ്കിൽ ബാംഗ്ലൂർ, അതേമാതിരി മുംബൈ, ഇതൊക്കെ അവർ ട്രാവൽ ചെയ്യുന്ന, അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസാണ്. പക്ഷേ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമിലൂടെ കേരളം കൂടി ഒരു ഫോക്കസ് പോയിൻ്റായി. ദേ സ്റ്റാർട്ടഡ് കമ്മിങ് ടു ട്രാവൽ ടു കേരള, മീറ്റ് കേരള സ്റ്റാർട്ടപ്സ് ആൻഡ് ഓൾ. അവരുടെ പിച്ച് കേട്ടു അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട മാൻഡേറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ കമ്പനിയിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീമിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്റ്റേജ് കഴിഞ്ഞു, കുറേ കൂടി സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി, ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഫസ്റ്റ് ബാച്ചിലെ പല സ്റ്റാർട്ടപ്പ് ഇൻക്ലൂഡിങ് ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് അടക്കം ഒരു നെക്സ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത വെച്ചാൽ കുറച്ചും കൂടി ഹയർ എമൗണ്ട്സിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 റൗണ്ട് അതിന് ശേഷം വേറെ ചെയ്തു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഇൻവെസ്റ്ററാണ് സോഹോ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു പേഷ്യൻ ക്യാപിറ്റൽ എന്ന ടോപ്പിക്. അതും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ പേഷ്യൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി എല്ലാ ഫണ്ടിനും ഒരു ലൈഫ് ഉണ്ട്. ആ ലൈഫ് കഴിയുമ്പോൾ എക്സിറ്റ് ആവും. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അത് ആ സ്റ്റാർട്ടപ്പിന് നെഗറ്റീവായിട്ട് ഭാവിക്കാം, അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ സോഹോൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ദേ സ്റ്റേ വിത്ത് us for a long period of time. And even Sridhar ji from Zoho, he believes that a billion-dollar company or a big emerging anchor company, ശ്രീധർ വെമ്പു, അപ്പോൾ അവരുടെ ഒരു പോയിന്റ് ഓഫ് തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഒരു $1 billion ഇപ്പോൾ സൗത്ത് കൊറിയയിലും ഒക്കെ ഉണ്ടായ സാംസങ് മാരത്തെ കമ്പനി, തായ്പയിലുള്ള അസ്യൂസ് മാരത്തെ കമ്പനികളൊക്കെ ചെറിയൊരു ഏരിയയിലുണ്ടായ വലിയ ആങ്കറിങ് കമ്പനികളാണ് ഫിനാൻഷ്യൽ. അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് എക്സിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻ ഇഷ്യൂ. അങ്ങനെയാണ് ഈ ഒരു പേഷ്യൻ ക്യാപിറ്റൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പേഷ്യൻ ക്യാപിറ്റലിനെ കുറിച്ചിട്ട് സാറുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ്? ഇപ്പോൾ ഇൻക്ലൂഡിങ് ഞാനടക്കമുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ആവശ്യകതയാണ് കേരളത്തിൽ പേഷ്യൻ ക്യാപിറ്റൽ കൂടുതൽ വരണം, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഇതിന് ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടുകളെല്ലാം ഇതൊരു 80% മോർട്ടാലിറ്റി റേറ്റ് 80%ഓളാണല്ലോ സ്റ്റാർട്ടപ്പുകളുടെ. 20% ഒക്കെയാണ് സർവൈവ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിൽ വരുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഈ ഒരു റിസ്ക് കാലത്തേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പേഷ്യൻ ക്യാപിറ്റലിലേക്ക് മാറുന്നു
എന്ന് വരുന്നത് കാണിക്കുന്നത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ദാറ്റ് ഈസ് മെച്ചൂർഡ് ആവുന്നുണ്ട്. യെസ്, മെച്ചേർഡ് ആകുന്നു. അത് മറികട അത് ഇപ്പോൾ പിന്നെ വേണ്ടത് ഒരു ദീർഘകാലമായിട്ടുള്ള ഒപ്പം നിൽക്കലാണ്. ആ ഒപ്പം നിൽക്കുന്നത് ക്യാപിറ്റലിനും മെച്ചാണ്. ക്യാപിറ്റലിൻ്റെ സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കൂടുതൽ ലാഭം കിട്ടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ അവർക്കും ഈ സ്റ്റാർട്ടപ്പിൽ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൽ നേരത്തെ പറഞ്ഞ ഷോർട്ട് ടൈം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു, ചിലരാണെങ്കിൽ കുറച്ച് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇതാകുമ്പോൾ ദീർഘകാലമാകുമ്പോൾ കുറേ കൂടി അവരുടെ റിട്ടേണിൻ്റെ ഇത് കൂടും. അപ്പോൾ അത് വളരെ ശരിയായിട്ടുള്ളതാണ്. നമ്മൾ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ സിസ്റ്റം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് പൂൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ ഫണ്ട് പോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ആവശ്യമായിട്ട് വരുമോ ഗവൺമെൻറ്റിൻ്റെ, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു മേഖലയാണ്. അപ്പോൾ ഈ ഡിസ്കഷനെല്ലാം അത്തരത്തിൽ കുറേ ഇൻപുട്സ് കിട്ടും. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗണ്ട് ടേബിളുകൾ, അതുപോലെ കോൺക്ലേവ്, റോഡ് ഷോ, നേരത്തെ ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങുകൾ, ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺവെർസേഷൻ, ഇതെല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമുക്ക് എല്ലാവർക്കും ലേണിംഗ് പ്രോസസ്സാണ്. നമുക്ക് കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളാരും നിറഞ്ഞ പാത്രങ്ങളല്ല. ഇങ്ങനെ അപ്പോൾ അത് പുതുതായി കിട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് ഇപ്പോൾ നമുക്ക് കുറേ സ്കീമുകളുണ്ട്. സീഡ് മണി കൊടുക്കുന്നു, പിന്നെ സ്കെയിലിംഗ് അപ്പിന് KSIDCക്ക് ഇപ്പോൾ 1 കോടി രൂപ വരെ കൊടുക്കുന്നു. ഇപ്പോൾ അതിൽ തന്നെ കുറച്ച് ഇക്വിറ്റി ആക്കി മാറ്റാൻ ആവശ്യമാണെങ്കിൽ അവർ സ്റ്റാർട്ടപ്പുകൾക്കും താല്പര്യമാണ് ഇക്വിറ്റി ആക്കി മാറ്റാനായിട്ടുള്ള സംവിധാനം വരുന്നു. ഇത് നമുക്ക് ഇത്തരത്തിലുള്ളതും കൂടി നമുക്ക് ചിന്തിച്ച് പോകാവുന്നതാണ്. അല്ല, ഈ ഇപ്പോൾ ഒരു ഇൻപുട്ട് കൂടിയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു റൗണ്ട് ടേബിൾസുകളും ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു കൺസെപ്റ്റിലുള്ള ഫണ്ട് കൂടി ടാപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ എമർജിങ് കമ്പനീസ് ഇൻ ദി സ്പേസ്. കാരണം പെട്ടെന്ന് ഒരു എക്സിറ്റ് ആവുന്ന ടൈപ്പ് ഒരു ആൾ വരുവാണെങ്കിൽ അത് ആ ഒരു എക്കോസിസ്റ്റത്തിന് ഒരു പക്ഷേ നെഗറ്റീവായിട്ടും ഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫണ്ട് പോലെ അങ്ങനെ ഒരു പേഷ്യൻ്റ് ക്യാപിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് for the ecosystem also, and I personally also feel that is something needed in the ecosystem. അതിപ്പോൾ നമ്മളിപ്പോഴത്തെ റോബോട്ടിക്സിൽ തന്നെ അല്ലെങ്കിൽ ജനൈക്കിലെ കോൺക്ലേവരെല്ലാം ഒരു സെഷൻ ഉണ്ട്. ഈ ഫണ്ട്സ് മാനേജർമാരും കമ്പനികളും സ്റ്റാർട്ടപ്പുകളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഒരു സ്ഥലം നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അവരുടേതായ റിക്വയർമെൻറ്റ് പറയാൻ പറ്റും, ഇവർക്കും അതിനകത്ത് ഇടപെടാൻ പറ്റും. അതുകൂടി നമ്മൾ ആ ഫെസിലിറ്റേഷൻ കൂടിയും ഈ റൗണ്ട് ടേബിളിലെല്ലാം തന്നെ വയ്ക്കുന്നുണ്ട്. പിന്നെയുള്ളത് അഗെയിൻ ഇപ്പോൾ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പോയിന്റിലുണ്ടായിരുന്നു നമ്മുടെ ആങ്കറിങ് കമ്പനീസ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ ടോപ്പ് പ്രയോറിറ്റീസിൽ അങ്ങനെ ഒരു ആങ്കർ കമ്പനീസ് ഉണ്ടാവണം. ഇപ്പോൾ റോബോട്ടിക്സിൽ ഒരു AI ആങ്കറിങ് ലൊക്കേഷനായിട്ട് കേരള ആസ് വെൽ എസ് ട്രിവാൻഡ്രം ക്യാൻ ബി എ റോബോട്ടിക്സ് ക്യാപിറ്റൽ എന്നാണ് ശ്രീധർജി ഒരു പ്രാവശ്യം എന്നോട് ഒരു പബ്ലിക് ഇതേമാതിരത്തെ ഒരു പ്രസൻറ്റേഷനിൽ ഹി വാസ് ടെല്ലിങ് ദാറ്റ്, ഇൻക്ലൂഡിങ് ടു മൈസെൽഫ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് കേരള ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേഷനിലുണ്ടോ? അങ്ങനെ ആയി മാറണമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒരു സെഗ്മെൻറ്റിലേക്ക്? നമുക്കിപ്പോൾ ആങ്കർ ഇൻഡസ്ട്രി ഒരെണ്ണം വന്നാൽ ഗുണം അതിന് ചുറ്റും സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, ഇതിനുള്ള ഈ ബാക്ക്വേർഡിൽ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഷിപ്പ് യാർഡ് വന്ന് ഓരോ ഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ 100-150 MSME നമുക്ക് ഒരു ഇക്കോസിസ്റ്റം സ്വാഭാവികമായിട്ടും ബിൽഡ് ചെയ്ത് വരും. അപ്പോൾ അതേപോലെ തന്നെ ആങ്കർ ഇൻഡസ്ട്രികൾക്ക് ഈ സൗകര്യമുണ്ട്. നമ്മൾ പല മേഖലയിലും അത്ര ഇൻഡസ്ട്രീസ് കൊണ്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കിൻഫ്ര KSIDC ലാൻഡിൽ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പുതിയ ഒരു ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി ഇപ്പോൾ കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്കും അത് ഉപയോഗിക്കാം. ഇപ്പോൾ KSIDCയിൽ ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഒരു 100 കോടി രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ലീസ് എമൗണ്ട് 2 വർഷത്തിൽ അടയ്ക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കോസ്റ്റും കുറച്ച് കൂടുതലാണല്ലോ. അത്രയും പണം ആദ്യഘട്ടത്തിൽ ക്യാപിറ്റലായിട്ട് മുടക്കാൻ ബ്രേക്ക് വീണ് അത്രയും നീണ്ടു പോകും. അപ്പോൾ ആരും വയബിൾ ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ പോളിസി 10% അടച്ചാൽ മതി ലീസ് എമൗണ്ടിൻ്റെ. പിന്നെ 2 വർഷം നമ്മൾ മൊറട്ടോറിയം കൊടുക്കും. പിന്നെ 9 ഇൻസ്റ്റാൾമെൻറ്റുകളായി 10 വർഷം കൊണ്ട് അടച്ചാൽ മതി. ഇപ്പോൾ ചിലത് 2-5 വർഷം വരെ ചിലർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒന്നിച്ച് തന്നെ ഈ ആ സ്കീം വന്ന് കോവിഡിനാണ് 5 വർഷത്തെ 20% ആദ്യം ഏർലി ബേർഡ് സ്കീം, ബാക്കിയെല്ലാം 2 വർഷം കൊണ്ട് തന്നെ കൊടുക്കണം. എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിപ്പോൾ നമ്മളത് മാറ്റി. ഇവരിങ്ങനെ ഈ 10% അടച്ചാൽ മതി. 50 കോടിക്ക് 100 കോടിക്ക് ഇടയിലാണെങ്കിൽ ലീസ് എമൗണ്ട് 20% അടച്ചാൽ മതി. പിന്നെ 2 വർഷം മൊറട്ടോറിയം, ബാക്കി 5 ടേമായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാൽ മതി. 50 താഴെ ആണെങ്കിലും 20% അടച്ചാൽ മതി. മൊറട്ടോറിയം ഇല്ല, 5 ഇൻസ്റ്റാൾമെൻറ്റോട് അടച്ചാൽ മതി. അതിപ്പോൾ നമ്മൾ സ്കീം കൊണ്ടുവന്നു. പിന്നെ 30 വർഷത്തേക്കായിരുന്നു നമ്മൾ ലീസ് കൊടുത്തത്. വലിയ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ആണെങ്കിൽ അവർക്ക് 90 വേണം. ഇപ്പോൾ നമ്മൾ 90 ആക്കി. 100 കോടിക്ക് മുകളിലാണെങ്കിൽ 90 ആക്കി.
അതിന് നല്ല മാറ്റം ഉണ്ടായി എല്ലായിടത്തും. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അനന്തപുരം എന്ന് പറഞ്ഞ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കർണാടക അതിർത്തിയിൽ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ കുറേ കാലമായിട്ട് വെറുതെ കിടക്കുകയായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാം പോയി. ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു, ഒരു സിംഗിൾ ഡേ. അതിൽ കേരളത്തിൽ പുറത്തുള്ള കമ്പനികളുണ്ട്. ഒരെണ്ണം ഗുജറാത്ത് കമ്പനിയാണ്. അവരിപ്പോൾ 400 കോടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് അവിടെ തന്നെ. അവരാണ് ഈ വന്ദേ ഭാരതിൻ്റെ ഫ്ലോറിൻ്റെ എൻ്റെ ഒരു MDF വെച്ചിട്ടുള്ള സാധനം അത് ഇവരാണ് നിർമ്മിക്കുന്നത്. അവർ വിദേശ കയറ്റുമതി ചെയ്യുന്നതാണ്. അതിപ്പോൾ അവർ 400 കോടി ഇൻവെസ്റ്റ്മെൻറ്റാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ വരുന്നത്. കാസർഗോഡൊക്കെ വളരെ പുറകെ നിൽക്കുന്നു എന്ന് കണക്കാക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പോൾ ആങ്കർ ഇൻഡസ്ട്രി വന്നാൽ നമുക്ക് അതിന് ചുറ്റും അപ്പോൾ ആങ്കറിന് നമ്മൾ കുറേ കൂടി ഇൻസെൻറ്റീവ് കൊടുത്താലും കുഴപ്പമില്ല. ചിലരൊക്കെ ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് ചില ചില കമ്പനികളുണ്ട്, അവർ തന്നെ ബിൽഡ് ചെയ്യും, അവരാളെ കൊണ്ടുവരും. അപ്പോൾ അവരൊക്കെ ഈ ആങ്കർ ഇൻഡസ്ട്രിക്ക് ത്രോണവേ പ്രൈസിൽ വരെ കൊടുക്കും, കാരണം ബാക്കി കൊണ്ടെടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആങ്കർ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കും കുറേ കൂടി ഇക്കോസിസ്റ്റം സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു വരും. അപ്പോൾ നമ്മൾ ഈ 22 പ്രയോറിറ്റി സെക്ടറുകളിലും നമ്മുടെ തീം ബേസ്ഡ് പാർക്കുകളിലും ആങ്കർ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരാനായിട്ടുള്ള പ്രത്യേകമായ ശ്രമം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആംഗിളിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെൻറ്റായിട്ട് അവരുടെ സൊല്യൂഷൻസ് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നോർമലായിട്ട് പബ്ലിക് പ്രൊക്യൂർമെൻറ്റിനൊന്നും പോകണ്ട, ദേ ക്യാൻ ഡയറക്ട്ലി സെൽ ടു ഗവൺമെൻറ് ഇഫ് ഇറ്റ് ഈസ് ഇൻ 1 crore റേഞ്ച് ആയിട്ടുള്ളൊരു അത് സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതായത് പുതിയ കമ്പനികൾക്ക് ഒരു ഇനീഷ്യൽ റവന്യൂ കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. പക്ഷേ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ട് ഓഫ് ടോട്ടൽ പ്രൊക്യൂർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ടോട്ടൽ പ്രൊക്യൂർമെൻറ്റിൽ വളരെ ചെറിയൊരു പോർഷനാണത്. ഈ സ്റ്റാർട്ടപ്പുകൾക്ക് തന്നെ പബ്ലിക് സെക്ടർ, പബ്ലിക്കായിട്ടുള്ള ആളുകൾക്ക് MSMEകൾക്കൊക്കെ സെല്ല് ചെയ്യാനുള്ള ഒരു സ്കീം ഉണ്ടാക്കിക്കൂടെ? അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് നമുക്ക് പ്രൈവറ്റിലേക്ക് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല സ്കീം. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ പോലെ പ്രൊക്യൂർമെൻറ്റിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ ഗവൺമെൻറ് PSUs അവരുടെ പ്രൊക്യൂർമെൻറ്റിൽ സ്റ്റാർട്ടപ്പ് സ്റ്റേജ് കഴിഞ്ഞാലും 50% PSU MSME കൊടുക്കണമെന്നുണ്ട്. അത് L1 + 15% വരെ കൊടുക്കാം. ടെൻഡർ പ്രോസസ്സ് തന്നെ L1ഉം 15% വരെ. പിന്നെ അതിനകത്ത് ഡെപ്പോസിറ്റ് മറ്റ് PQയുടെ എല്ലാം കുറേ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ MSMEകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക പരിഗണന പ്രൊക്യൂർമെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും നല്ല മോഡൽ ഉണ്ടെങ്കിൽ ആ മോഡൽ നമുക്ക് ഒരു ഇൻസെൻറ്റീവ് സ്കീംസ് ഇപ്പോൾ MSME ഒരു പബ്ലിക് സെക്ടർ സ്റ്റാർട്ടപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് സ്കീംസ് അങ്ങനെ എന്തെങ്കിലും ഒരു മോഡലിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ പറ്റുമോ? അത് പക്ഷേ PSUവിന് നമ്മളിപ്പോൾ തന്നെ ഈ സ്കീമുണ്ട് 50% വരെ നിങ്ങളിപ്പോൾ L1 15% വരെ മാച്ച് ചെയ്തിട്ട് കൊടുക്കാൻ തന്നെയുണ്ട്. 50% ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അത് നമ്മുടെ ജിയോ തന്നെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സാർ, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ KSIDC, അതുകൂടാണ്ട് KSUM, പിന്നെ കിൻഫ്ര, പിന്നെ അതുകൂടാതെ KFC, ഇങ്ങനെ പല മോഡലിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ ഒക്കെ സപ്പോർട്ട് MSMEസിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു സിംഗിൾ സെക്ടറിലേക്ക് മാറ്റാനുള്ള ഒരു ആവശ്യകതയുണ്ടോ, അതോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് സ്ട്രക്ചർ ചെയ്യുന്നത് തന്നെയാണോ? അതിന് ചിലതൊക്കെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ചിലത് അവരുടേതായ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ KFC അവർ എല്ലാവർക്കും ലോൺ കൊടുക്കുന്ന പല സ്വഭാവം. KSIDC 2 ഭാഗം തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ലോൺ, RBI ലോണും കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഏജൻസി വരെയാണ് ഇപ്പോൾ ഇതെല്ലാവരും സംഘടിപ്പിക്കുന്നത്. KFCക്ക് ആ റോളില്ല. KFC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമായിട്ട് നിൽക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ നേരത്തെ KSIDC അതിൽ ഇടപെട്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും പാർക്കുകളുടെ ഡെവലപ്മെൻറ്റിൽ തന്നെയാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷൻ സ്വാഭാവികമായിട്ടും പ്രത്യേക സംവിധാനം വേണ്ടി വരുന്നു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഒരു വെള്ളം കയറാത്ത അറകളാകാൻ പാടില്ല എന്നുള്ളത്. അത് പരസ്പര ബന്ധിതമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം തന്നെ ഇത് ഏകോപിതമായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത്തരം സംവിധാനങ്ങളെ കാണുന്നത്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ജനറൽ സംവിധാനം വേണമെന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പല വകുപ്പിലേക്ക് ഒരു IT ആകാം, വേറെ ഇൻഡസ്ട്രി ആകാം, അല്ലെങ്കിൽ ടൂറിസം ആകാം. അതിനൊന്നും കൂടി കോർഡിനേഷൻ വേണമെന്ന് ആലോചിക്കുന്നുണ്ട്. അത് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ. ഇത്രയും MSMEക്ക് ഇത്രയും MSME അതുകൂടാതെ ഇൻഡസ്ട്രിയിൽ ഇത്രയും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഉള്ളത് നല്ലതായിട്ട് തോന്നുന്നു. സാറേ, ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളോടും MSMEകളോടൊക്കെ സാർക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, നമുക്കിതിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് സ്റ്റാർട്ടപ്പുകൾ. നമ്മളിപ്പോൾ ഒരു ത്രൈവിങ് എക്കോസിസ്റ്റം നമുക്ക് ആയിക്കഴിഞ്ഞു.
പിന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ പരമാവധി ഉപയോഗിക്കുക. നമുക്കതിന് പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 10ാം ക്ലാസ്സിലെ കുട്ടിയും AI ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ ഇത് മാറി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ED ക്ലബ്ബുകളെല്ലാം വിളിച്ചു. എല്ലാ കോളേജിലും ED ക്ലബ്ബുണ്ട്. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബുകൾ അവരെ കുറേ കൂടി നമ്മൾ ആക്റ്റീവാക്കാൻ അവരുടെ കോർഡിനേറ്റർമാരെല്ലാവരും ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. പരാജയപ്പെട്ടെന്ന് വരാം, പക്ഷേ പരാജയവും വിജയത്തിൻ്റെ ഭാഗമാണെന്നാണല്ലോ പറയുക. അപ്പോൾ അതിലേക്കുള്ള ചവിട്ടുപടിയാണ്. എത്രയോ പരാജയപ്പെട്ടവരാണ് വലിയ വിജയങ്ങളിലേക്ക് എത്തിയത്. പണ്ടത്തെ വ്യത്യാസം മാറി. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഈ പലരും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നുവെച്ചാൽ സിസ്റ്റം അത്ര വളർന്നിട്ടുണ്ടാവില്ല നമ്മുടെ പല വിദ്യാർത്ഥികളുടെ അനുസരിച്ച്. ഇപ്പോൾ ലോകവും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എല്ലാവരും മാറി. ഇപ്പോൾ പണ്ട് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സ്ഥാപനങ്ങളുടെ പുറകിലുള്ളവരെല്ലാം ഡ്രോപ്പ് ഔട്ടുകളായിരുന്നു. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ടായിരുന്നു, അല്ലെങ്കിൽ റിച്ചാർഡ് സാൽമൻ, അല്ലെങ്കിൽ ലിനക്സ് ടോർവാൾഡ്സ്, ഇവരെല്ലാം തന്നെ ഡ്രോപ്പ് ഔട്ടുകളായിരുന്നു. അവരുടെ കുഴപ്പമില്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം അവരൊക്കെ അവിടെ പുറകിൽ നിന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം, ഇപ്പോൾ നിങ്ങളെല്ലാം പഠനത്തിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നു. അതൊരു മൊത്തം സിസ്റ്റത്തിൻ്റെതാണ്. മറ്റത് അസാധാരണ പ്രതിഭകൾക്കുള്ള ഒരു ഇടമാണ്. ഇപ്പോൾ എല്ലാവർക്കും വളരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. ഇപ്പോൾ എറണാകുളത്തൊരു കുട്ടി ഇപ്പോൾ 12-ലായിട്ടുണ്ടാവും, അവരുടെ കീഴിൽ 2 MBA ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡാണ്, കോവിഡ് കാലത്ത് തുടങ്ങിയ ട്രേഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ ധൈര്യമായിട്ട് അവരുടെ ചിന്തകൾ ഒന്നും തടഞ്ഞു വയ്ക്കേണ്ട, തുറന്നു വിടുക, പ്രയോഗത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. താങ്ക് യു സാർ. ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത സാർക്ക് വലിയൊരു നന്ദി. സ്റ്റാർട്ടപ്പുകൾക്കും അതുകൂടാതെ നമ്മുടെ MSMEകൾക്കൊക്കെ നല്ലൊരു കാലമാണ്. അത് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.